അമ്മച്ചി അമ്മച്ചിയുടെ പഴയ കാലത്തെ പെസഹ ദുഃഖവെള്ളി വെള്ളിയാഴ്ച ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? പെസഹയുടെ പറയാം ആ ആദ്യം. പെസഹായിക്ക് പള്ളി കഴിഞ്ഞ് വന്ന് പിന്നെ കാപ്പൂടി കഴിഞ്ഞ് അന്നാലെ പെസഹായിക്ക് അപ്പത്ത് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങും. തേങ്ങ ഇരണ്ടി അരച്ച് ഉഴുന്നും വെളുത്തുള്ളിയൊക്കെ പൊളിക്കണം. ഉഴുന്ന് വന്നാൽ തൊണ്ടുള്ള ഉഴുന്നാണ്, അത് വെള്ളത്തിലിട്ട് ഞെക്കി പിഴിഞ്ഞ് കളയണം തൊണ്ട്, എന്നുവെച്ചാൽ അത് അരച്ചെടുക്കണം. എന്നുവെച്ചാൽ അമ്മ ഇത് കുഴയ്ക്കും. അമ്മ കുഴച്ച് പരത്തി പിള്ളേരൊന്നും തുടിക്കലോട്ടോ, അമ്മയെ ഉണ്ടാക്കും. പിള്ളേരൊന്നും കഴിയിട്ട് വരയ്ക്കാൻ സമ്മതിക്കാതമ്മ. എന്നുവെച്ചാൽ അതെല്ലാം തന്നെ പരത്തി ചെമ്പുകളത്തിൻ്റെ അകത്ത് തീയ വെച്ചാൽ നമ്മൾ പള്ളി പോവും, ആരാധനയിൽ നടുപള്ളി പോവും. 2 മൈൽ നടന്നാ പോന്നെ. എവിടെ പോയാലും എത്ര മണി തമിഴ്നാട്ടും മല്ലിശ്ശേരി തന്നാട് ഇടവക അവിടെ പോകും. പെസഹായിക്ക് വേണ്ടി എങ്ങനെയാ പ്രാർത്ഥിച്ചൊരുങ്ങുന്നതും നോമ്പും? പെസഹായിക്ക് പ്രാർത്ഥന പറഞ്ഞാൽ ഈ അപ്പം ഉണ്ടാക്കുമല്ലോ, അപ്പം പുഴുങ്ങിയ പാത്രം എല്ലാം കൂടെ എടുത്ത് പ്രാർത്ഥനാ മുറി കൊണ്ടുവെക്കും. എന്നുവെച്ചാൽ ഈ പാല് കാഴ്ചതും കൊണ്ടുവെക്കും. എന്നുവെച്ചെങ്കിൽ പകർന്ന് കുടിക്കാനുള്ള ഗ്ലാസ്സുകളും പാത്രങ്ങളും കൊണ്ടുവെക്കും. എന്നുവെച്ചാൽ എല്ലാവരും നല്ല ഉടുപ്പൊക്കെ ഇട്ട് പള്ളിയിൽ പോകുന്ന നമ്മളൊക്കെ ഒരുങ്ങി നേരെ വൈകിട്ട് കുടിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും വട്ടത്തിരുന്നിട്ട് പിന്നെ ശെല്ലാം കൊണ്ട് വെക്കും. ഇത് പ്രാർത്ഥിച്ചിട്ട് അപ്പനിത് മുറിച്ച് എല്ലാവരുടെയും കയ്യിൽ അപ്പവും തരും പാലും തരും. എന്നുവെച്ചാൽ അവിടെ ഇരുന്നാണ് കുടിക്കുന്നത്. ഈ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക പ്രാർത്ഥനയോ ഒരുക്കോ സംസാരിക്കാതിരിക്കുക അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്. അതൊക്കെ ഒന്ന് പറയാമോ? ഉണ്ടാക്കുമ്പം ഈ അമ്മ വഴക്ക് പറയും വർത്താനം പറഞ്ഞാൽ. കുരിശ് വരച്ചാ തുടങ്ങുന്നത്. തേങ്ങ എണ്ണുന്ന വരെ കുരിശ് വരച്ചാ, കുഴയ്ക്കാൻ നേരത്തും കുരിശ് വരയ്ക്കും. അങ്ങനെ പിന്നെ പാല് കാച്ചാൻ നേരത്ത് നെറ്റിയെ കുരിശ് വരയ്ക്കും. പണ്ടൊക്കെ ഉള്ളവർക്ക് എന്ത് വിശ്വാസമായിരുന്നു, നെറ്റിയെ കുരിശ് വരയ്ക്കും. എന്നുവെച്ചാൽ അപ്പം നേരത്തെ ഒന്നും തിന്നിയല്ലേ, പാല് കുടിക്കാൻ നേരത്തെ തിന്നുള്ളൂ, എന്നാലേ തിന്നുള്ളൂ. കൊണ്ടുവന്ന പോലും ആരും നോക്കണ്ട. പാല് കുടിക്കാൻ ഞങ്ങൾ വട്ടത്തിൽ ഉണ്ടാക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക പ്രാർത്ഥന അങ്ങനെ വല്ലതും ഉണ്ടോ ഉണ്ടാക്കുന്ന സമയത്ത്? കുരിശൊക്കെ വരച്ചാ ഉണ്ടാക്കുന്നത്. പിന്നെ ഓക്കെ അമ്മച്ചി പറഞ്ഞോ. പെസഹായി നോയമ്പാഴ്ച എല്ലാവരും പള്ളിയിൽ പോവും. എല്ലാ ദിവസവും പോകല, അമ്മ എന്നും പോവും. എല്ലാ ദിവസവും പിള്ളേരും പോവും. എന്നുവെച്ചാൽ അന്നൊക്കെ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച ഉപവാസമാണ്. രാവിലെ തൊട്ട് രാത്രി വരെയാണോ? അതെയോ? രാത്രി വരെ. അപ്പം ഭക്ഷണം കഴിയത്തേയില്ലേ വെള്ളിയാഴ്ച? രാത്രി വെള്ളിയാഴ്ച രാവിലെ ഇച്ചിരി കാപ്പി, ഉച്ചയ്ക്ക് നല്ലപോലെ ചോറുണേ. 4 മണിക്ക് കഴിക്കാൻ വൈകിട്ടും കഴിക്കാതെ, അങ്ങനെ അന്നത്തെ ഉപവാസം. ഇന്നും കഴിക്കാതെയല്ല. വെള്ളിയാഴ്ച എന്തെങ്കിലും പ്രത്യേക ഉപവാസങ്ങളുണ്ടോ? വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ പെസഹ, ബുധനാഴ്ച വ്യാഴം ദുഃഖവെള്ളി, വെള്ളിയാഴ്ച ഉണ്ട്. ബുധനാഴ്ച ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവാസമുണ്ട്. അങ്ങനെയായിരുന്നു അത്. ഇതൊക്കെ വെള്ളിയാഴ്ച അന്നേരം മാതാവ് കരയുന്ന ദിവസമല്ലേ. മാതാവ് ഈശോ മരിച്ചു അടക്കി. മാതാവ് തന്നെയല്ലാണല്ലോ, മാതാവ് ദുഃഖിച്ചിരിക്കുകയല്ലേ രാവിലെ മാതാവ്. അപ്പം യവനാനെ ഏൽപ്പിച്ച ഈശോ പോയെങ്കിലും മാതാവിന് മകൻ പോയതിന് സങ്കടമില്ലേ. അങ്ങനെ മാതാവ് കരഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം രാവിലെ കൊന്ത ചെല്ലും ശനിയാഴ്ച, എല്ലാവരും കൂടെ ശനിയാഴ്ച രാവിലെ കൊന്ത ചെല്ലും. അത് ഈ പള്ളിക്ക് ചെല്ലുമായിരുന്നു, നമ്മുടെ പള്ളിയിൽ പണ്ട്. ഏതച്ഛനിരുന്ന് ഭാവിച്ചപ്പോൾ രാവിലെ കൊന്ത ചെല്ലുമായിരുന്നു ശനിയാഴ്ച. എന്നുവെച്ചാൽ പിന്നെ അന്ന് ശനിയാഴ്ച കുർബാനയില്ല, വെള്ളിയാഴ്ചയും കുർബാനയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, വെള്ളിയാഴ്ച ഇന്നിപ്പോൾ കുർബാന കൊടുത്തില്ലല്ലോ. നിങ്ങൾ പള്ളിയിലുണ്ടായിരുന്നു വെള്ളിയാഴ്ച അപ്പം പെസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വേറെ വീട്ടിൽ പോവുക അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ഒരു വീട്ടിലും പോകല, അവനവൻ്റെ വീട്ടിൽ മാത്രം. ആ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ നല്ല ഡ്രസ്സ്, പള്ളിയിൽ പോകുന്ന നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ചൊരുങ്ങി പള്ളിയിൽ എങ്ങനെ പോകും അതുപോലെ അതുപോലെ എല്ലാവരും വട്ടത്തിൽ നിന്ന്. അന്നത്തെ ദിവസം വീട്ടിൽ പ്രത്യേക വല്ല പ്രാർത്ഥനയുണ്ടോ? വീട്ടിൽ പ്രത്യേക പ്രാർത്ഥനയില്ല, അത് ഒപ്പം കുറിക്കാൻ നേരത്തെ പ്രാർത്ഥനയുണ്ടോ? എന്ത് പ്രാർത്ഥനയാ? സ്വർഗസ്വനായ പിതാവേ, സ്വർഗസ്വനായ പിതാവേ നന്മ ദീർഘം ചെല്ലും. എന്ന് വെച്ചിട്ട് പാട്ടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ദുഃഖവെള്ളിയാഴ്ച എങ്ങനെയാണ് ആചരിക്കുന്നത്? ഒന്ന് അമ്മച്ചി പറയാറില്ലേ, സംസാരിക്കത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ചിരിക്കത്തില്ല. ദുഃഖവെള്ളിയാഴ്ച പല്ല് തേക്കണ്ട, തലയീരണ്ട, മിറ്റം അടിക്കണ്ട,
പിന്നെ പണികളൊന്നും ചെയ്യാൻ ഒരു പണി ചെയ്യിക്കല പണിയും ചെയ്യിക്കല ആ ചിരിക്കത്തില്ല. ചിരിക്കത്തില്ല. ആ ചിരിപ്പിക്കല. തിരിച്ച് അന്നേരം വീശ മരിച്ചു കിടക്കുമ്പോഴാണ് നീ ചിരിക്കുന്ന ചോദിച്ച് വടിയും കൊണ്ട് തന്നെ അടിക്കല കേട്ടോ. അതൊക്കെ പറയും. നമ്മുടെ അപ്പം മരിച്ചേക്കും നമ്മൾ ചിരിക്കുവോ? ഇല്ല. എന്നിട്ട് ഇതൊക്കെ ശനിയാഴ്ച പിന്നെ മാതാവ് കരഞ്ഞോണ്ടിരിക്കുമല്ലേ, രാത്രി മുഴുവൻ മാതാവ് തന്നെ ഇരുന്ന് കരയുക. ഈശോ മരിച്ചു പോയില്ലേ. പിന്നെ യോഹന്നാനെ ഏൽപ്പിച്ചാ പോയെങ്കിലും മാതാവിന് മകൻ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടമില്ലേ. 30 വയസ്സ് വരെ വളർത്തു, അത് കഴിഞ്ഞ് പോയി. പിന്നെ ഇടയ്ക്ക് വഴിക്ക് വെച്ചൊക്കെ കണ്ടതല്ല ഉള്ളൂ. പള്ളി കഴിഞ്ഞ് വന്നാൽ എല്ലാവരും കൂടെ അല്ല, അവിടെ എൻ്റെ അമ്മയൊക്കെ എന്തായാലും പാന വായിക്കുമായിരുന്നു. ദുഃഖ വെള്ളിയാഴ്ചയാണോ പാന വായിക്കുന്നത്? വെള്ളിയാഴ്ച ശനിയാഴ്ച പാന വായിക്കും. ശനിയാഴ്ച മാതാവിൻ്റെ വരുന്നതാണ്. എല്ലാം സഹിച്ചോ പുത്ര മരിച്ചോ പുത്ര എന്നൊരു പാട്ടുണ്ട്. അപ്പൊ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ മുതൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ദുഃഖ വെള്ളിയാഴ്ച രാവിലെ മുതൽ അന്ന് വെള്ളിയാഴ്ച പള്ളി കുർബാനയൊന്നുമില്ല. പള്ളി പോകുമോ ഇപ്പോഴത്തെ കുരിശിന് വഴിയൊന്നും ഇല്ലെന്നേക്കോ. എങ്ങനെയാ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അതൊന്ന് പറയാമോ? ദുഃഖ വെള്ളിയാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുവോ, ഭക്ഷണം കഴിക്കുവോ? ഇല്ല, ഭക്ഷണം ഉണ്ടാക്കിയില്ല, കഴിക്കുകയില്ല. അന്ന് അപ്പം ഉണ്ടാക്കുമല്ലോ, അപ്പൊക്കെ അപ്പം അന്ന് നേർച്ചക്കഞ്ഞി വിതരണമൊന്നുമില്ല. കഞ്ഞി വെക്കുക. അപ്പൊ അന്ന് കഴിക്കുന്നത് നമ്മുടെ പെസഹാപ്പം കഴിക്കുമോ? പെസഹാപ്പം കഴിക്കാം. അപ്പം കാണും, അത് കഴിക്കും. പിന്നെ ഈ വരുന്നവർക്കെല്ലാം കൊടുക്കും. അപ്പം ഇപ്പോഴത്തെ കണക്കല്ല. നമ്മുടെ പണിക്കാർ, തെങ്ങക്കറ്റക്കാർ, വിളക്കുന്നവർ, പിന്നെ അപ്പം മേടിക്കാണ്ട് വരുന്ന ഒത്തിരി പണിക്കാരെല്ലാം വരും. അവർക്കെല്ലാം അപ്പവും പട്ടയപ്പോ ഇൻട്രിയപ്പോ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കൂടെയുള്ള അപ്പം തലേ ദിവസം ഉണ്ടാക്കണോ? ആ ചിരട്ടക്കകത്തൊക്കെ വെച്ച് പട്ടയപ്പം ഉണ്ടാകും. മിക്കവാറും ചിരട്ടക്കെല്ലാം കൊടുക്കും. അങ്ങനെ എന്താണ് കൊടുക്കും. അപ്പൊ അമ്മച്ചി ദുഃഖ വെള്ളിയാഴ്ച എന്തൊക്കെ പ്രാർത്ഥന ചെല്ലുന്നതെന്ന് പറയാം? ദുഃഖ വെള്ളിയാഴ്ച ചെല്ലുന്ന പ്രാർത്ഥനകൾ, പാന വായിക്കുന്നത്, ഉപവാസം എടുക്കുന്നത്, ത്യാഗം എടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയാം. കയ്പ് നീര് കുടിക്കുന്നത്, മുടി ചെയ്യത്തില്ല, അങ്ങനത്തെ അതൊന്ന് പറയാം. പല്ല് തേക്കുകയില്ല, മുടി ചെയ്യുകയില്ല, കുളിക്കുകയില്ല, ചിരിക്കത്തില്ല, വർത്താനം പറയാല, ഒച്ച കേൾക്കാൻ പാടില്ല. മൗനമാ. മരിച്ച് കിടക്കല്ലേ, അത് നമ്മുടെ വർഷങ്ങളെ പറ്റിയത്. ഞായറാഴ്ച എന്നുവെച്ചാൽ ആ രാത്രി മുഴുവൻ മാതാവ് കരയുക. അപ്പം മാതാവിൻ്റെ കൂടെ ഇരുന്ന് നമ്മളും കരയണം. മാതാവ് മകൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ 30 വയസ്സ് വരെ വളർത്തെങ്കിൽ പിന്നെ 3 വർഷം ഇടയ്ക്ക് കണ്ടിട്ടുള്ളൂ. അമ്മച്ചി ശരിയാ, ഇടയ്ക്ക് മാത്രമേ ഈശോയെ കണ്ടിട്ടുള്ളൂ അല്ലേ? അത് നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ഈശോനെ ഇടയ്ക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് അല്ലേ? ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടില്ലേ? മാതാവ് ഈശോയും കണ്ടെന്ന് പറഞ്ഞ് 4-ാം സ്ഥലം അതില്ലേ. പിന്നെ അമ്മച്ചി പാനവായന എങ്ങനെയാ? എന്നാ വായിക്കുന്നത് പാനവായന? പാനം എല്ലാ വീട്ടിലും വായിക്കും. എല്ലാ ദിവസവും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വായിക്കും. രാവിലെ തൊട്ട് അത് നമ്മുടെ ഇഷ്ടം പോലെ. പള്ളികളിലൊക്കെ വൈകോളം വായിക്കും. ഈ ആണുങ്ങൾ പോയിരുന്നു. വീട്ടിലെ വായന എങ്ങനെയാ? വീട്ടിൽ അമ്മ വായിക്കും, ഞങ്ങൾ കൂടും. അമ്മയും മക്കളും എല്ലാവരും കൂടി ഇരുന്ന് പാന വായിക്കും. വെള്ളിയാഴ്ച ശനിയാഴ്ച. വെള്ളിയാഴ്ച ശനിയാഴ്ച. അപ്പൊ അന്നത്തെ ഭക്ഷണമോ വെള്ളിയാഴ്ച ശനിയാഴ്ച എല്ലാം കഴിക്കുമോ? ശനിയാഴ്ച കഴിക്കും. പിന്നെ വെള്ളി ശനിയും മുഴുവൻ ഉപവാസം. ശനി ഒത്തിരി ഉപവാസമാണെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളി ശനി ഉപവാസമാണോ? പണ്ടൊക്കെ നോയമ്പ് പിടിക്കുമ്പോൾ ഇങ്ങനെ പേത്തർത്താ കഴിഞ്ഞ് കുരിശെടുപ്പിരുന്നാൽ തൊട്ട് നോയമ്പ് ബുധനാഴ്ച കുരിശ്. ഇപ്പം തിങ്കളാഴ്ചയല്ലേ. അന്നൊക്കെ അപ്പോൾ ബുധനാഴ്ച വരെ വെച്ചിരിക്കുന്നതൊക്കെ കഴിക്കാം. ഇറച്ചിയും മീനും. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസം. എല്ലാ ദിവസവും കുരിശിന് വഴി വഴിയില്ല. എല്ലാ ദിവസവും കുരിശിന് വഴി. അമ്മച്ചി ഇനി ഈസ്റ്ററിൻ്റെ ദിവസത്തെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ നമ്മൾ ദുഃഖ ശനിയാഴ്ച കഴിഞ്ഞു. ദുഃഖ ശനിയാഴ്ച നമ്മൾ പാന വായിക്കും, കുരിശിൻ്റെ വഴിയല്ലോ. ദുഃഖ ശനിയാഴ്ച കുരിശിൻ്റെ വഴി ഇല്ല നമ്മുടെ പള്ളിയിൽ. അതൊരു ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷം എങ്ങനെയാണ്? പ്രാർത്ഥനകൾ എങ്ങനെയാണ്? ഈസ്റ്റർ രാത്രി 2 മണിയൊക്കെ 3 മണിയാവുമ്പോഴല്ലേ ഈശോ ഓർത്തിരുന്നേറ്റെ. പിറവയല്ലേ 12 മണിക്ക്, മറ്റേത് 2 മണി 3 മണിക്ക്. ഈസ്റ്ററിന് എങ്ങനെയായിരുന്നു പഴയ കാലത്തെ ആൾക്കാർ പ്രാർത്ഥനയും ഒരുക്കമൊക്കെ എങ്ങനെയായിരുന്നു? ചൂട്ടും കത്തിച്ച് രാത്രി പള്ളിയിൽ പോകും എല്ലാവരും. ചെല്ലുമ്പോഴത്തേനും വിയർപ്പ് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ചെല്ലും, ചിലപ്പോൾ അതിന് മുമ്പ് ചെല്ലും. ഒത്തിരി നടക്കണം. അത് ഈ ചൂട്ട് കത്തിച്ച് ചൂട്ട് കൊതുമ്പും കൂടെ കെട്ടി ഇങ്ങനെ വെക്കുവേ. അതും പിന്നെ മിന്നിയാണ് പോകുന്നത്.
ഒത്തിരി ത്യാഗം എടുത്ത് നടന്ന് വെട്ടമില്ലാതെ വണ്ടിയില്ലാതെ. ഇവിടാണ് ടോർച്ചുണ്ട്, അല്ലെങ്കിൽ ബൾബുണ്ട് വഴി കൂടെയൊക്കെ. ഇപ്പം അതില്ല. അന്ന് ചൂട്ട കത്തിച്ചുകൊണ്ട് പോകുന്നത്. അന്നിച്ച് പള്ളിയിൽ ചെന്ന് നേരം വെളുപ്പം ഇത് കഴിയും. കുർബാനയും പ്രദക്ഷിണം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരും. എന്നുവെച്ചാൽ വീട്ടിലിരിക്കുന്നവർക്ക് പിന്നെ കുർബാന, പിന്നെ അവർക്ക് പോകണ്ടേ. എല്ലാവർക്കും രാത്രി പോകുമല്ലോ. അത് വീട്ടിലിരിക്കുന്നവർ കാപ്പി ഉണ്ടാക്കി വെക്കും. കറി ഇറച്ചിയൊക്കെ കറി വെച്ച് അപ്പമൊക്കെ ചുട്ട് പള്ളിയിൽ നിന്ന് വന്നിട്ടേ കഴിക്കുള്ളൂ. പള്ളിയിൽ പോയി ചെന്നേ കഴിക്കുള്ളൂ. കള്ളപ്പം ഉണ്ടാക്കും. കള്ളപ്പം അന്നത്തെ ഭാഷ, അന്നത്തെ ഇത് പ്രകാരം കള്ളപ്പം ഇറച്ചി. കുർബാന കൂടി എപ്പം നടന്ന് തിരിച്ചു വരുന്നോ അപ്പോഴേ ഭക്ഷണം കഴിക്കത്തുള്ളൂ അല്ലേ? അത് മറ്റൊരു രാവിലെ പോകുന്നതിന് വന്നിട്ടേ കഴിക്കുള്ളൂ. അല്ല വരുമ്പോൾ വെച്ച കട്ടൻ കാപ്പി കുടിക്കുള്ളേ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നേ കഴിക്കത്തുള്ളൂ. എന്ത് ഭക്ഷണമായാലും ഒന്നിച്ചേ കഴിക്കുള്ളൂ. അത് തമിഴ്നാട്ടിൽ വീട്ടിൽ പോയാൽ ഞാൻ ഇവിടെ വരുമ്പോഴും അമ്മ ഇങ്ങനെ എല്ലാവരും കാത്തിരിക്കും. എല്ലാം ഒന്നിച്ച് തരും. എന്തോരം താമസിച്ചാലും രാത്രി നടന്നു വന്നാലും ഉറക്കളച്ചാലും ഒരുമിച്ചിരുന്ന് കഴിക്കുള്ളൂ ഈസ്റ്റർ അല്ലേ? ഇപ്പം തൊന്നത് തിന്നിയല്ല, ഒന്നിച്ചാ തിന്നു. ഒന്നിച്ച് കഴിക്കുന്നത് അങ്ങനെയാ. പിന്നെ ഈ ഈസ്റ്ററിനെ നമ്മുടെ പണിക്കാർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കും. പണിക്കാർക്ക് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കും. ഇവിടെ കൊടുക്കുമായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ? വെട്ടുകാരൊക്കെ കൊടുക്കുമായിരുന്നു. ഈസ്റ്ററിനും കൊടുക്കും, ക്രിസ്മസിനും കൊടുക്കും. ക്രിസ്മസിന് അമ്മച്ചി പറയാറുണ്ടല്ലോ, പറമ്പിക്കോട് നടന്ന ചാച്ചൻ നന്മ നിറഞ്ഞ പറയുമ്പോൾ വലിയ കഥയൊന്ന് പറയാമോ? അത് ക്രിസ്മസിന് നാലാഴ്ചയ്ക്ക് 40 നന്മ അറിഞ്ഞു പറയോ. 25 ദിവസം ചെല്ലുമ്പം 1000 നന്മ അറിഞ്ഞു പറയോ. 40 ആഴ്ചയ്ക്ക് ആകലെ. അതുകൊണ്ട് ഉണ്ണീശോയ്ക്ക് പുൽക്കൂട് ഉണ്ടാക്കുന്ന ഓരോ ദിവസത്തെ ഓരോ നാട് കഴിച്ചിരിക്കും. പുൽക്കൂട്, ഉടുപ്പ്, അങ്ങനെയൊക്കെ. അമ്മച്ചേ ചാച്ചൻ ഒരു തവണ ആശുപത്രിയിലായിരുന്നിട്ട് പിന്നെ ഒരുമിച്ച് വലിയ കഥ ഒന്ന് പറയാമോ? അതമ്മ അന്നേരം ചാച്ചനും അപ്പന് ക്യാൻസറായപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലായിരുന്നേ. ചാച്ചനും അപ്പനും കൂടെ പോയിച്ച് വന്നപ്പോൾ ഇത് എല്ലാം നേരം കിട്ടിയില്ല. പറമ്പക്കൂടെ നടന്ന് ഞങ്ങളെന്നും ചെല്ലുവേ. ഈ പറമ്പക്കൂടെ നടന്ന് ചെല്ലുന്നു. എല്ലാം ചെല്ലുവാരെന്ന് പറഞ്ഞു ഞങ്ങളോട്. അങ്ങനെ ഞങ്ങൾ അറിയുന്നേ. ആണോ? അങ്ങനെയാണ് 1000 നന്മ എന്ന് പറയുമ്പോൾ പറമ്പിക്കൂടെ നടന്ന് ക്യാൻസർ ചികിത്സ വന്നു കഴിഞ്ഞപ്പം അല്ലേ? പറമ്പിക്കൂടെ മുഴുവൻ നടന്ന് ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ ചെല്ലി തീർത്തു അസുഖത്തിലും. അത് വീട്ടിലാകുമ്പം ഓരോ ദിവസം 4 നന്മ അറിഞ്ഞ് 4 സ്വർഗത്തായ 40 നന്മ ചെല്ലിയാൽ മതിയേ. ഒന്നത് ഗർഭം ധരിക്കുന്നു പറഞ്ഞത്. രണ്ടാമത്തെ പ്രസവം. മൂന്നാമത്തേത് പിടിച്ചു തഴുകിയത്. മാതാവ് ഈശോയെ പിടിച്ചു തഴുകിയ ക്ഷണം നമ്മളൊക്കെ. നാലാമത്തെ പാല് കൊടുത്ത ക്ഷണത്തെ കൊടുത്തു അല്ല. ഇങ്ങനെ 4 രഹസ്യങ്ങളുണ്ട്. ഈ 4 രഹസ്യം തീർത്ഥം ചെല്ലിയ ചായ സ്വർഗസാവേ അമ്മച്ചിയുടെ അമ്മ ചരളാ മുട്ട കുത്തി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് അമ്മച്ചി കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാമോ? അല്ല അത് അമ്മച്ചി പറഞ്ഞ് കേട്ടിരിക്കുന്ന അമ്മച്ചിയുടെ അമ്മ ചരളാ മുട്ട കുത്തി പ്രാർത്ഥിക്കുന്ന കാര്യം ഒന്ന് പറയാമോ? അമ്മ ചരളാ മുട്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. ചരളാ മുട്ട കുത്തി പ്രാർത്ഥിച്ചോണ്ടിരുന്ന തഴമ്പൊക്കെയുള്ളതല്ല. അന്ന് മണലാവള. അന്ന് ചരടൊന്നും വേണ്ട. എപ്പോഴും മുട്ട എന്നാ ചെല്ലുന്നേ. അതിന് തഴമ്പുണ്ട്. അല്ല മണ്ണിൽ നിന്നതല്ല. മണ്ണിൽ നിന്ന് ചെല്ലിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടായിരിക്കും. പക്ഷെ ഇത് ഞങ്ങളെ മുട്ട നിർത്തും, അല്ലെങ്കിൽ അടി കിട്ടും. കുരിശുവരയ്ക്ക് നിർബന്ധമായിട്ട് മുട്ട നിൽക്കണോ? അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇരിക്കാൻ പോലും സമ്മതിക്കല്ല. എനിക്കത്ര. പക്ഷെ ഒത്തിരി പ്രാർത്ഥിച്ചു അന്നിങ്ങനെ. അമ്മച്ചിയുടെ ആദ്യത്തെ ഡെലിവറിയുടെ സമയത്ത് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വീട്ടിൽ വന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം ഒന്ന് പറയാമോ? വീടും പേര് നിറച്ച ആൾക്കാരായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയോ? ഓക്കെ. അമ്മച്ചിയുടെ ഡെലിവറിയുടെ സമയത്ത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്ന കാലില് വീട്ടിലായിരുന്നു ഡെലിവറി നടക്കുന്നത്. അപ്പൊ ആ കോംപ്ലിക്കേഷൻ സമയത്ത് അയൽവക്കംകാര് ബന്ധുക്കളൊക്കെ വീടിനകത്ത് വന്ന് മുട്ടുമേ നിന്ന് ചരല് വിരിച്ച് മുട്ടുമേ നിന്ന് വ്യാകുലം ചൊല്ലി പ്രാർത്ഥിക്കും. എന്താണ് അമ്മച്ചി വ്യാകുലം? മാതാവിൻ്റെ യാകുലം ഒത്തിരിയും ഉണ്ടേ. അതെന്നും ചെല്ലണം. ഇപ്പം ഞാനെല്ലാം മറന്നുപോയി കേട്ടോ. ഒത്തിരിയും യാകുലം ചെല്ലണം. നമ്മൾ എന്തെങ്കിലും ഇടുന്നത് ഒത്തിരിയത്തിൻ്റെ അത് എല്ലാ ദിവസവും ചെല്ലണം എന്നാണ്. അങ്ങനെ ചെല്ലുമായിരുന്നു. 7 ഒരു ആകാശത്തിലിരിക്കുന്ന 7 നന്മറിഞ്ഞറിയും പ്രതിഷ്ഠയും യാകുലം. അമ്മച്ചി കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പറമ്പി ചെരുപ്പിടാന്ന് പോകുന്ന കാണുന്നുണ്ടോ? എന്താ കാര്യം?
അമ്മച്ചി കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പറമ്പിക്കൂടെ നടന്ന് പച്ചക്കറിയൊക്കെ നട്ടെടുത്തൊക്കെ പിടിക്കുന്ന കാണും. അത് പച്ചക്കറി ഉണ്ടാകാൻ അതെങ്ങനെയാ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ പള്ളിയിൽ പോയി കുർബാനയൊക്കെ സ്വീകരിച്ചാലും നമുക്കൊരു ചൈതന്യം ഇല്ലേ? ഈശോ ഉണ്ട്. എന്നാലും നമ്മൾ പച്ചക്കറിയൊക്കെ തൊട്ടാതെ ഉണ്ടാവും, കേടുവരികയല്ല, അറിയാമോ? ആണോ? അപ്പൊ അമ്മച്ചി അതാണ് ഈ പറമ്പിക്കൂടെയൊക്കെ നടക്കുന്നത് കുർബാന. ഞാൻ അങ്ങനെ ഏറ്റു വരുമ്പോൾ രാവിലെ ആണ് ഏറ്റു വരുമ്പോഴേ പച്ചക്കറി നോക്കൂട്ടോ. ആദ്യം പള്ളിയിൽ കഴിഞ്ഞ് വന്നിട്ട് നോക്കും. കുർബാന സ്വീകരിച്ചിട്ട് പറമ്പിക്കൂടെയൊക്കെ നടക്കുന്നത് ഈശോയുടെ സംരക്ഷണം കിട്ടാനാണ്. നമ്മുടെ ശ്വാസമൊക്കെ കിട്ടണം, ഈ ഇത് ഉണ്ടാകണമെങ്കിൽ. ഈശോ സ്വീകരിച്ച് നടക്കുമ്പോഴേ ഈ മരങ്ങളൊക്കെ വളരാനും നല്ല പുഷ്ടി ഉണ്ടാകാനും ഒക്കെ ആയിട്ട് നമ്മുടെ ശ്വാസം കിട്ടണം, എങ്കിലും അതും വളരുള്ളൂ. അമ്മച്ചി ചാഴിയെ വിലക്കിയ സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അമ്മച്ചി ആനാവെള്ളം തെളിച്ചതെന്ന് പറയാമോ? നമ്മളത് ചാഴി വെക്കുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ തരുന്നില്ലേ ആനാവെള്ളം. ആനാവെള്ളം അച്ഛന്മാരെ കൊണ്ട് ചാഴി വിളക്കിച്ചാൽ ഒറ്റ എണ്ണം കാണിയാൽ. നമ്മൾ ഇഞ്ചിക്കൊക്കെ കേടി വരുമ്പോൾ അച്ഛന്മാർ വന്ന് ചാഴി വിളക്കുവേ. നീ ഒരു ചാഴിയെ കൊണ്ടുപോയി തേപ്പെട്ടിക്കൂടിനകത്ത് കൊണ്ടുപോയി കൊടുക്കും അല്ലേ? എന്നിട്ട് അതിനെ വിലക്ക് കൊടുക്കും അച്ഛൻ. വിലക്കും? പിന്നെ ഇല്ല. പിന്നെ ആ ചാഴി നമ്മൾ നമ്മുടെ സ്ഥലത്ത് കൊടുക്കും തുറന്നു വിടുവോ? ആ വിലക്കിയ ചാഴീനെ നമ്മളിവിടെ കൊണ്ട് തുറന്നു വിടുവോ? ഇവിടെ വിടുവോ? ചുമ്മാ വിലക്കിയ തുറന്നു വിടുമായിരിക്കും, നമ്മുടെ പറമ്പൊക്കെ വെച്ച് വിടുമായിരിക്കും. എന്നാലും ഉപദ്രവിക്കല, പിന്നെ ഉപദ്രവിക്കുകയല്ല. പിന്നെ അമ്മച്ചി ആനാമ്പളം തെളിച്ച് പ്രാർത്ഥിച്ച കാര്യം അച്ഛന്മാരെ കെട്ടിയതല്ലേ ആഴ്ച ഞാൻ തുറന്നാൽ ആരും അടക്കി, ഞാൻ അടച്ചാൽ ആരും തുറക്കുകയില്ല അല്ലേ? ദാവീദ് ഭവനത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ നൽകപ്പെട്ടിരിക്കുന്ന വചനം അല്ലേ? ഓ അമ്മച്ചി ആ വചനമൊക്കെ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് ഈ പിന്നെ ഇതിൻ്റെ അകത്തെ 19 ലൂക്കായുടെ പാമ്പുകളിലെയും തേളുകളിലെയും മേൽ നിങ്ങൾക്ക് ചവിട്ടി നിനക്ക് അധികാരം തന്നിരിക്കുന്നു നമ്മളെ. നമ്മളെ അധികാരം വെച്ച ഈ വചനത്തിന്റെ ശക്തിയാൽ ഇതിന്റെ ഉത്തരവ് മാറിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അമ്മച്ചി കൊണ്ട് ഒരു അനുഭവം പറയാവോ? ചാഴീനെ ആനാമ്പള്ളം തെളിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഒത്തിരി ഉണ്ടോ എല്ലാവരണം? അതാ നായ്ക്കുമ്പോഴപ്പച്ച പറഞ്ഞാണേ. അമ്മച്ചിയുടെ ഒരു അനുഭവം പറയാമോ പച്ചക്കറിയിൽ കൊണ്ട് പ്രാർത്ഥിച്ച? പച്ചക്കറി അങ്ങനെ ഇനി പള്ളിയിൽ പോയി വന്നുവെച്ചാൽ നമ്മളിതൊക്കെ പിടിച്ചാൽ ഒരു കേടും വരികയില്ല. പള്ളിയിൽ പോയിട്ട് നമ്മൾ ഈശോയെ സ്വീകരിച്ചിട്ട് വന്നേച്ച് അപ്പം അതിൻ്റെ ശ്വാസം നിങ്ങൾക്ക് കിട്ടിയല്ലേ? ഈശോയെ സ്വീകരിച്ച ശ്വാസമാണ് ചെടികൾക്ക് കിട്ടും. അതിൻ്റെ ജീവനുണ്ട് നമ്മളെ പോലെ ചെടികൾക്ക്. ഈ ആനാവെള്ളം തളിക്കുന്ന കാണല്ലോ അമ്മച്ചി ചിലപ്പോൾ ചാഴിയൊക്കെ വരും. ഞാൻ ഒഴിക്കും. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? അന്നേരം കേട് മാറും. അതിന് കേട് മാറാറുണ്ട്? മാറിയിട്ടുണ്ട്, എപ്പോഴും മാറിയിട്ടുണ്ട്, എപ്പോഴും മാറിയിട്ടുണ്ട്. ആനാവെള്ളം തളിച്ച അമ്മച്ചി എന്താ പ്രാർത്ഥിക്കുന്നത്? തളിക്കുന്നേ ഉള്ളൂ, ഉള്ളി പ്രാർത്ഥിക്കത്തേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ ചാഴി മറ്റേ കീടങ്ങളൊക്കെ മാറിപ്പോകും. അമ്മച്ചി കുറച്ച് വളർത്തുമൃഗങ്ങളുണ്ടായിരുന്നല്ലോ, ആടും പന്നി കോഴിയൊക്കെ. അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയോ ചരട് മീൻസ് വെഞ്ചരിച്ച സാധനങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഒരു പശുവിനെ കൊടുത്തേ ഇവിടുത്തെ പശുവിനകത്ത് അങ്ങനെ കൊന്നേരെ ചേട്ടൻ കൊണ്ടുപോയി. അവർ കൊണ്ടുപോയി തുള്ളി പാലില്ല അവർക്ക്. ഇവിടുന്ന് അറന്ന് കണ്ട് കൊണ്ടുപോയതാണ്. എന്നുവെച്ചാൽ ചേട്ടനെ പശുവിനെ അവിടെ കൊണ്ട് കെട്ടി. ചാത്തൻ എൻ്റെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തു. എന്നുവെച്ചാൽ അച്ഛനോട് എന്ന് പറഞ്ഞു, അച്ഛൻ നേരം തിരികെ വെഞ്ചരിച്ച് വന്നു, ഉപ്പ് വെഞ്ചരിച്ച് വന്നു. ഭയങ്കരത്തിലാണ് ഉപ്പ് വെഞ്ചരിച്ച് വന്നു. അത് അവൻ്റെ തന്നെ കണ്ണാന്ന് അച്ഛൻ പറഞ്ഞു. സാരമില്ല, അങ്ങനെ കൊണ്ട് ഇവർക്കുണ്ട്. അവൻ്റെ തന്നെ കണ്ണ, ഒരു കുഴപ്പമില്ല, പാല് കിട്ടും, അതിനൊക്കെ കൂടുതൽ പാല് കിട്ടുന്നു കിട്ടുകയും ചെയ്തു. പിന്നെ അമ്മച്ചി പശുവിന് വേണ്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടോ? മൃഗങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ അന്നേരം ആനവെള്ളമൊക്കെ തൊട്ട് കുരിശ് വരയ്ക്കും. കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടിക്കൊണ്ട് തളിക്കും. അല്ല ഈ ഇങ്ങനെ അച്ഛന്മാർ വെള്ളം വെഞ്ചരിച്ചെടുത്ത് ധ്യാനത്തിനൊക്കെ അതൊക്കെ തളിക്കാം. ഈയിടെ അസിസി പോയി വെഞ്ചരിച്ച് വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പം അവരുടെ അസുഖങ്ങൾ മാറി കാണാറുണ്ടോ? ആട് കോഴി പശു ഉണക്കിരിക്കും. അമ്മച്ചി നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കുന്നല്ലേ പറയുന്നത്. അപ്പം നമ്മുടെ വിശ്വാസം ഉണക്കിരിക്കും അനുഭവം വരുന്നത്. സംശയിക്കരുത്. നമ്മൾ സംശയത്തിൻ്റെ മക്കളല്ലേ താമസിയാടല്ലേ. അമ്മച്ചി തല തൊടുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയാറുണ്ട്. മാമോദീസ അമ്മച്ചി ഒരു 10-13 പേരുടെ തലവട്ടെ, 14 പേരുടെ തലവട്ടെ അല്ലേ? ഇല്ല, എത്ര? 12-11 11 പേരുടെ 12 പേരുടെ തല തൊട്ട്. അപ്പൊ അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് തന്നെ അമ്മച്ചിക്ക് പറയാനുള്ളത്? തല തൊട്ട ആളുടെ മാംസം കൊണ്ട് പിള്ളേരെ സഭക്കാൻ കൊണ്ട് പിള്ളേരെല്ലാം അനുഗ്രഹിക്കണം എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ഉത്തരവാദിത്തം എന്താ? മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ അവരെ നോക്കേണ്ട കടമയാണ് തല തൊടുന്നവർക്കുള്ളത്. ആത്മാവിന്റെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ആത്മാവിന്റെ ഉത്തരവാദിത്തം ഉണ്ട്.
ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെ ഉത്തരവാദിത്വം. ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അമ്മച്ചി കുർബാനയിൽ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും കുർബാനയ്ക്ക് എല്ലാ കുർബാനയ്ക്കും ഞാൻ പ്രാർത്ഥിക്കും. അമ്മച്ചി മുടങ്ങാതെ കുർബാന കൂടുന്ന ഒരാളോ? എല്ലാ കുർബാനയ്ക്കും മാംസം കൊണ്ട് ഞാൻ മാംസക്ക് തളർന്ന പിള്ളേരെ എല്ലാവരും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുർബാനയ്ക്ക് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചി രാവിലെ എപ്പോഴും എഴുന്നേക്കുന്നത് വെളുപ്പിനെ പ്രാർത്ഥിക്കാൻ സാധാരണ? ഇപ്പം ക്ഷീണമല്ല അതിന് മുമ്പ് വെളുപ്പിനെ 4 മണിയാകുമ്പോൾ വെക്കും. എന്നിട്ട് എന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു? അമ്മച്ചി സപ്ര ചെല്ലുമായിരുന്നോ? അത്ര എന്നും ചെല്ലും. സപ്ര എന്നും ചെല്ലും. പിന്നെ എന്നൊക്കെ ചെല്ലും? പിന്നെ കർത്താനമാലക, പിന്നെ 40 ആകാശത്തിരിക്കുന്നത്, 4 ആകാശത്തിരിക്കുന്നതും 40 നമ്മൾ പറഞ്ഞൊരു ശുദ്ധിരാന്മാർക്കൊക്കെ വേണ്ടി ഈശോയുടെ 40 ദിവസം ഉപവാസത്തിൻ്റെ നോമ്പിൻ്റെ യോഗ്യതയാൽ മരിച്ചവരുടെ പാപങ്ങൾ മോചിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവിശ്വസിയ വഴിയായി പിതാവ് ദൈവത്തിന് സമർപ്പിക്കണം. അപ്പം നമ്മുടെ മാതാപിതാക്കളെ സഹോദരൻ മറ്റ് ആരോഗ്യം ഇല്ലാത്തവർക്കും എല്ലാ വേദിയുടെ സ്ഥാനപ്പെട്ട അമ്മയ്ക്ക് വേണ്ടിയും എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഈ അച്ഛന്മാരും സിസ്റ്റർമാരും മരിച്ച് ആരും പ്രാർത്ഥിക്കാൻ അവർ നേരെ സ്വർഗത്തിൽ പോകുന്ന ഓർക്കുന്നത്, പക്ഷെ അവർക്കൊണ്ടേ കൂടെ പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ അമ്മച്ചി എന്നെ പ്രാർത്ഥന ചെല്ലുന്നത് അത് കഴിഞ്ഞ് നൊവേന ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് ചെല്ലുന്നതാണ് കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ്? ആ വേറെ എന്താ നൊവേനയോ? നിത്യസഹാന നൊവേന, പിന്നെ ഓരോ ദിവസം മാട്ടുമുള്ളാണ്ട് അങ്ങനെയൊക്കെ ഇന്ന് പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഓരോ ദിവസം ഓരോ പുണ്യാളന്മാരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. യൂരസ് പുണ്യാളുടെ അൽഫോൻസ് അമ്മയുടെ കൊത്യശ പുണ്യാളുടെ പ്രാർത്ഥന എന്താ പേരിൻ്റെ പുണ്യാളത്തിൽ പേരിൻ്റെ പുണ്യാളത്തോട് പ്രാർത്ഥിക്കും. ഇപ്പോഴൊന്ന് പ്രാർത്ഥിക്കും. പിന്നെ കാൽമാലാഖയോട് പ്രാർത്ഥിക്കണം. എന്നെ കാക്കുന്ന മാലാഖനെ കാത്തു വിടണേ. എൻ്റെ പുണ്യാളത്തിൽ എനിക്ക് വേണ്ടി ജപമാല ചൊല്ലുവോ? മല രാവിലെ എത്ര ജപമാല ചൊല്ലും? രാവിലെ ഈ പ്രാർത്ഥനയുടെ എല്ലാം കൂടെ 2-3 ജപമാല ചൊല്ലും കുർബാനയ്ക്ക് മുമ്പ്. പുരുഷൻ്റെ വഴി ചെല്ലുവോ? കൃഷിൻ്റെ വഴി ഇപ്പം ചെല്ലുന്നുണ്ട്. നമ്മുടെ കാലത്ത് പണ്ട് നല്ലപോലെ ചെല്ലുമായിരുന്നു. മുട്ട നിന്ന് ഇങ്ങനെയായിട്ട് ഇരുന്ന് ചെല്ലുമായിരുന്നു. മുട്ട വന്ന് പുരുഷൻ്റെ വഴി ചെല്ലുമായിരുന്നു എല്ലാ ദിവസവും. വീട്ടിലായിരുന്നു ഇപ്പോൾ ആരെയായിരുന്നു ഞാൻ ഇവിടെ തെക്കപ്പരെ പോയിരുന്ന മുട്ടയെന്ന് ചെല്ലും. ആരും കാണാതെ തെക്കേപ്പരെ പോയിരുന്നു മുട്ടയെന്ന് ചെല്ലുമോ? മുട്ടയെന്ന് ചെല്ലും കൈ വിരിച്ചു പിടിച്ച്. എന്തിന്? അതെന്തിനാ അങ്ങനെ ഇല്ലെന്ന്? അത് നമ്മുടെ വേറെ കാര്യങ്ങൾ സാധിക്കാൻ ചെല്ലിട്ടുണ്ട്. ആണോ? വെളുപ്പിനെ എഴുന്നേറ്റ് ചെല്ലുന്നോണ്ട് ആരും അറിയത്തുമില്ലല്ലേ? വെളുപ്പിനെന്നില്ല, എപ്പോഴേലും ആരും കാണാതെ ഇല്ലും. ഇപ്പം ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയും, ഇപ്പം അപ്പടി മടുത്തും കിടക്കുമ്പോൾ ഒരു പുരുഷൻ്റെ വീട്ടിലേക്ക് ക്ഷീണം പോകും. കിടന്നോണ്ടേ ചെല്ലു. പുരുഷൻ്റെ വഴി എല്ലി കഴിയുമ്പോൾ ക്ഷീണം പോകും. ക്ഷീണം പോകും. എന്ത് ചെയ്തു പോകും? പുരുഷൻ്റെ വഴി അമ്മച്ചി കാണാതെ അറിയാം, ഓരോ സ്ഥലങ്ങളും അറിയാം. അറിയാം അതും ചെല്ലും. അപ്പം അമ്മച്ചി സപ്ര ചെല്ലി, ജപമാല ചെല്ലി, കർത്താനമാല ചെല്ലി, ബൈബിള് വായിക്കുമോ? ഇപ്പോഴാണ് ബൈബിൾ വായിക്കും. എന്നതും ബൈബിൾ അന്നൊക്കെ ബൈബിൾ വായനയില്ല. ബൈബിൾ ആരും വായിക്കാൻ അനുവാദമില്ല. അമ്മച്ചിയുടെ പഴയ കാലത്ത് ബൈബിൾ വായിക്കാൻ അനുവാദമില്ല. ഇല്ലാഞ്ഞു. പിന്നെ ഞാൻ ഈ പപ്പായ പ്രസവത്തിന് പോയപ്പോൾ ഒരു ബൈബിൾ സമാഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഞാൻ വായിച്ചു. പ്രഗ്നൻസി പീരീഡിൽ ബൈബിൾ മുഴുവൻ വായിച്ചു. ഓക്കെ. അമ്മച്ചിയുടെ രണ്ടാമത്തെ മകള് സിസ്റ്ററാണ്. പപ്പായും അച്ഛൻ പട്ടത്തിന് പോകാനിരുന്നായിരുന്നു. പക്ഷെ അന്നേരം പിന്നെ ബൈബിളൊന്നും വായിച്ചിരുന്നു. എനിക്കൊന്ന് മിനിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുഗ്രഹം അങ്ങ് കിട്ടി. ഒറ്റ മോനായതുകൊണ്ട് പപ്പൻ്റെ അച്ഛൻ അങ്ങനെ എടുക്കായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ അപ്പം ഒരാളെ വിളിച്ചില്ലേ? ഒരാളെ വിളിച്ചു. ചാച്ചനൊന്നും മുടക്കിയിട്ടുണ്ടോ കുർബാന? ചാച്ചൻ കുഞ്ഞിലേ തൊട്ട കുർബാനയ്ക്ക് ഓടുന്നു. പള്ളി വരത്തല്ലേ ഒരു കുർബാന പോലും ഒട്ടും കുർബാന മുടക്കുകയല്ലായിരുന്നു. അമ്മച്ചയും ചാച്ചനും കുർബാന മുടക്കാതെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്. അവിടെ നിന്നാണെങ്കിലും കർണാടകത്തിൽ നിന്നാണെങ്കിലും അമ്മയുടെ കൂടെ ഞാൻ പള്ളി പോകുന്നേ എത്ര മൈൽ നടന്നാളെ പോകുന്നറിയാമോ? ഒത്തിരി മൈൽ നടന്ന് കുർബാന മുടക്കാതിരുന്ന അമ്മച്ചിയും ചാച്ചനുമായിരുന്നു. കുർബാനയുടെ വില അറിയാമല്ലേ അമ്മച്ചി? ഒരു പ്രാവശ്യം ഇങ്ങനെ 6 കിടക്കണമായിരുന്നു. 6 കിടന്ന് ഞാൻ കുറായിക്കേണ്ട ഉടനെ ഇങ്ങനെ 6 കിടന്നപ്പോൾ എൻ്റെ നെറ്റ് ദിവസം കൂടെ ആറ്റി വെള്ളത്തിൽ കൂടെ പോയി. അന്നേരം എനിക്ക് പിന്നെ നെറ്റ് മേടിച്ചെൻ്റെ പള്ളിയിൽ പോകണമെങ്കിൽ 2 മാസം സംസാരിക്കാൻ പോയത്. 2 മാസം 1 മാസം നെറ്റ് മേടിച്ചത്. നെറ്റ് അത്രയ്ക്ക് നിർബന്ധമായിരുന്നല്ലേ പള്ളിയിൽ പോകണമെങ്കിൽ? നെറ്റ് വേണം. തല മൂടുന്നത് ഭയങ്കര നിർബന്ധമായിരുന്നു. തല മൂടുന്ന നിർബന്ധം. ഞാൻ എപ്പോഴും പറഞ്ഞു നെറ്റ് മേടിച്ച് ഒരേ കാള് കഴിഞ്ഞ്. അപ്പം ചാച്ചനും അമ്മച്ചിയും ഒരുപാട് കുർബാന കൂടിയിട്ടുണ്ട്. പിന്നെ ചേച്ചിയോ? അമ്മച്ചിയുടെ അമ്മയും അങ്ങനെ കുർബാന കൂടാൻ? അമ്മ ഒരു കുർബാന പോലും മുടക്കിയിട്ടില്ല. ഉള്ള മരിച്ചടക്ക് മുഴുവൻ കൂടും. ആണോ? അമ്മച്ചിയുടെ അമ്മയോ? ഒരു കുർബാന പോലും മുടക്കുമല്ല, എല്ലാ മരിച്ചടക്കും കൂടും. അത് ഇന്നത്തെ പണിക്ക് വണ്ടിക്കാരല്ല, 2 പേര് നടന്നാ പോകുന്നേ. അയ്യോ, ചൂട്ടും കത്തിച്ചോണ്ട് പോകും. 1-2 കുർബാന കൂടുമായിരുന്നല്ലേ? പള്ളിപ്പത് കുർബാന ഉള്ളതെല്ലാം കൂടും. ഉള്ള കുർബാന മുഴുവൻ കൂടും. ഓക്കെ.
അതിൻ്റെയൊക്കെ പണം എൻ്റെ അമ്മയുടെ പുസ്തകത്തിൻ്റെ പണം വാമ്പത്തി വീട്ടിൽ. ആ അതുകൊണ്ട് അമ്മയുടെ മക്കളുടെ എല്ലാ മക്കളുടെയും മക്കളിലെ സിസ്റ്റർമാരും അച്ഛന്മാരും ഉണ്ട്. എല്ലാ മക്കളുടെ മക്കൾക്കും കൊച്ചുമക്കളിനകത്ത് എല്ലാ സിസ്റ്റർമാരും അച്ഛന്മാരും ഉണ്ട്. ഒറ്റ മക്കൾക്ക് പോലും സിസ്റ്റർമാരും അച്ഛന്മാരില്ലാത്ത കൊച്ചുമക്കളില്ല അല്ലേ? എല്ലാവർക്കും ഉണ്ട്. അമ്മയുടെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന മക്കളില് അമ്മ പറയാം 11 പേരോ 11 പേരെങ്ങാനുണ്ട്. അച്ഛനും പാങ്കര അച്ഛനും വെള്ളാന്തരത്തിനും മറ്റെല്ലാ സിസ്റ്റർമാരാ. ഇഷ്ടം പോലെ അച്ഛന്മാർ. കുഞ്ചേച്ചിക്ക് 3, പെരുന്താണ്ട് പരമ്പിക്ക് 3, പിന്നെ എനിക്കൊന്ന്, പിന്നെ ആർക്കാ എല്ലായിടത്തും ദൈവവിളിയായി. അത് അമ്മ ഒരുപാട് കുർബാനകളും അമ്മയുടെ തെട്ടനാട്ടെ അമ്മയുടെ ജപമാലയൊക്കെ എങ്ങനെയാണ്? ഒത്തിരി ചൊല്ലുമായിരുന്നോ പ്രാർത്ഥനകൾ? അമ്മയുടെ എപ്പോഴും കൊന്നുണ്ടായിരുന്നു. എപ്പോഴും കൊന്നുണ്ടായിരുന്നു. ഇത് ഒത്തിരി വാസപ്പസമുണ്ട്. അത് കണ്ടാൽ മുറ്റത്ത് കസയിട്ട് പോയിരിക്കും. ഇരുന്നും അടുക്കുമായിട്ട് മുറ്റത്തെ പള്ള പറിക്കും. അന്നേച്ച് തോട്ടിപ്പോയി കുളിക്കും. കുളിച്ച് കയറി വരും. പിന്നെയും പ്രാർത്ഥനയില്ലോ, ജോലി ചെയ്തുകൊണ്ട് പ്രാർത്ഥനയില്ലോ. എല്ലാ ദിവസവും വെളുപ്പിനെ കുർബാനയ്ക്കും പോകും. അതിന് തോട്ടിലോട്ട് പോകുന്ന വഴിക്കത്തെ പള്ളയെല്ലാം പറിക്കും വഴി. പ്രാർത്ഥനയില്ലേ ചെല്ലിയല്ലേ? ചൂട്ടും കലവും കൊണ്ട് പോകും തോട്ടിലോട്ട്. എന്നിട്ട് ഇഷ്ടം പോലെ വെള്ളം തിളപ്പിച്ച് കുളിക്കും. ഈ അമ്മ മറ്റേ പ്രാർത്ഥിക്കാതെ രാത്രിക്ക് വ്യാഴാഴ്ച ദിവസം രാത്രി ആരാധന 11 തൊട്ട് 12 വരെ. അതെങ്ങനെയാ വീടിനകത്ത് എങ്ങനെയാ ആരാധന വെക്കുന്നത്? സത്യാരാധന പുസ്തകം എന്നും പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നേ. അപ്പൊ വീട്ടിലെല്ലാവരും രാത്രി 11 മണി എല്ലാവരും ഏൽപ്പിക്കും. അയ്യോ, രാത്രി 11 മണിക്കോ? 11 മണി തൊട്ട് 12 വരെ എല്ലാ വ്യാഴാഴ്ച രാത്രി 11 തൊട്ട് 12 വരെ 1 മണിക്കൂർ ആ പുസ്തകം വായിച്ച് ആരാധിക്കും. ഓ, എല്ലാവരും വെക്കും. അപ്പനും ചാത്തനും നാത്തും എല്ലാവരും വെക്കും. എല്ലാവരും എഴുന്നേക്കും. അതിങ്ങനെ നയിക്കുന്ന അമ്മയാണ്. ഏറ്റില്ലെങ്കിൽ അമ്മ ഏൽപ്പിക്കും. വേറെ എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ടോ? അമ്മ യാതൊരു ഉത്തരേക്കില്ല. എനിക്ക് യാതൊരു ഉത്തരേക്ക് അറിയാതെ ഇപ്പം മറന്നു കേൾക്കുന്നില്ല. അങ്ങനെ അമ്മയുടെ പ്രത്യേക പ്രാർത്ഥനാ രീതികളല്ലേ? അതുകൊണ്ട് ഒരുപാട് ദൈവവിളികൾ കുടുംബത്തുണ്ടായി. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവവിളിയല്ല, സാമ്പത്തികമായിട്ട് ഉയർന്നു. അറിയോ? പ്രാർത്ഥിച്ചപ്പോ അല്ലേ? പ്രാർത്ഥിക്കുന്നവരമ്മ അസുഖത്തിന് ഇങ്ങനെ പഠിപ്പിക്കാനും വിടാനും ഒക്കെ വലിയ സാമ്പത്തികം കൊണ്ട് മക്കളുടെ പഠനകാര്യവും സാമ്പത്തിക കാര്യത്തിലെല്ലാം ദൈവം പ്രത്യേകമായിട്ട് ഇടപെട്ടല്ലേ? ഓക്കെ. ചാത്തിന് 5 പെൺപിള്ളേർ, ഞങ്ങൾ 2 അപ്പം മരിക്കുമ്പോഴേ അമ്മയും ഞാനും അച്ഛമ്മയും. അതെല്ലാം ഒരു കുറവില്ലാതെ ഈശോ നടത്തിയ പ്രാർത്ഥന. ഒത്തിരി കരഞ്ഞു ചാച്ചൻ. അച്ഛമ്മ ചാച്ചി ഒത്തിരി കരഞ്ഞു. ഞങ്ങൾക്ക് ഞാനുള്ളത് നിനക്ക് ഞാനുണ്ട്. ഓ, അപ്പം മരിച്ചപ്പോ അല്ലേ? ചെറിയ പ്രായത്തില് അമ്മച്ചിയുടെ അമ്മ വിധവയായതാണ് അല്ലേ? ചെറിയ പ്രായത്തിൽ വിധവയായതാണ്. അപ്പോൾ കരഞ്ഞ കാര്യം ഇപ്പോൾ പറഞ്ഞത്. പക്ഷെ അന്ന് മുതൽ ഒരു കുറവില്ലാതെ തമ്പുരാൻ നോക്കി. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവെന്ന് വചനം പറയുന്ന പോലെ ഈശോയിൽ കൂടുതലായിട്ട് ആശ്രയിച്ചു അമ്മച്ചിയുടെ അമ്മ. പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് അമ്മയുടെ പ്രാർത്ഥന കാര്യം പറഞ്ഞത്. ഇതേ പറഞ്ഞാൽ തീരുകയല്ല. ഉപവാസമോ എത്ര ദിവസം ഉപവാസം എന്ന് പറഞ്ഞോ? ആണോ? ബുധനാഴ്ച ശനിയാഴ്ച 2 ദിവസം ഉണ്ട് ആഴ്ചയിൽ. ആ ദിവസം മുഴുവൻ ഒന്നും കഴിക്കില്ല, ഉപവാസയ്ക്കും. ഓക്കെ. അതിൻ്റെയൊക്കെ ബലത്തിലാണ് ഇത്ര ദൈവവിളികളെ കുടുംബത്തിൽ നിന്നുണ്ടായതല്ലേ? ദൈവവിളി സാമ്പത്തികമായിട്ട് കയറുന്നതും എല്ലാവരെ. അപ്പം തന്നെ അപ്പം മരിച്ചപ്പോൾ അമ്മയ്ക്ക് എത്ര വരും? 60 അപ്പം മരിച്ചു. 61 എന്നെ കെട്ടിച്ച് ചാക്കും. വളരെ ചെറിയ പ്രായത്തിലെ അപ്പം മരിച്ചതല്ലേ? എന്താ നമുക്കറിയത്തില്ലല്ലോ ഇതാരെയാ വരുന്നു. സുധാനിക്കരെ വലിയ കൊണ്ടുമില്ല. പണിയും ചെയ്യും, പ്രാർത്ഥനയും ചൊല്ലും. അത് ഇച്ചാത്തിന് ആങ്ങളേക്കുണ്ടാകും കേട്ടോ പ്രാർത്ഥന. ഇച്ചാത്തിനെന്താ ഉറക്കം ചെല്ലുമായിരുന്നു. ഞാൻ വീട്ടിലും പറയുമായിരുന്നു. ഉറക്ക പ്രാർത്ഥന ഇല്ലാത്ത കുടുംബനാഥനായിരുന്നു അല്ലേ? ചാത്ത നല്ല ചാത്ത ചെല്ലുള്ളൂ. കൊച്ചി മുഴുവൻ ചെല്ലുമായിരുന്നു. അമ്മ ചെല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകളെല്ലാം ചാച്ചനും ചെല്ലും. അതിങ്ങനെ തലമുറയായിട്ട് കൈമാറി വന്നല്ലേ? കുർബാന നമുക്കറിയത്തില്ലല്ലോ. കുർബാനയുടെ വിലയെ കുറിച്ചാണ് അമ്മച്ചി പറയുന്നത്. അത് തമ്പുരാൻ്റെ ദയാണ്. നമുക്കതിന് കഴിവില്ലല്ലോ. പിന്നെ കുർബാന പണ്ടത്തെ എനിക്ക് കുർബാനയ്ക്ക് അമ്മയോട് പോകുന്നെങ്കിലും ഒന്നും അറിയത്തില്ല. പുള്ളിപ്പോഴാണ് അതിൻ്റെയൊക്കെ വില അറിയാൻ മനസ്സിലാകുന്നത്. ഞാനവർക്ക് എന്ന് പള്ളിക്ക് പോകും, അമ്മയോട് പോകും, പോയിച്ച് വരും. കുഞ്ഞായിരുന്നപ്പോൾ അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ TV പിന്നെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി വില അറിയാം എനിക്ക്. പള്ളിയിൽ പോകാൻ വയ്യാതിരിക്കുന്ന ദിവസങ്ങളിൽ നേരെ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ശരി അമ്മച്ചി എഴുന്നേറ്റ് വന്നിരുന്ന് കുർബാന വെച്ച് കൂടും, മുടക്കാറേ ഇല്ല. ഇപ്പോഴത്തെ കുർബാനയുടെ വില ഇപ്പോഴാണ് എനിക്ക് ഒത്തിരി മനസ്സിലായി വരുന്നത് ഈ TV തന്നെ ഇരിക്കുമ്പോൾ.
പോയി കൂടാൻ പറ്റാത്തല്ലേ? കാരണം എന്നും നടന്നു പോയി കൂടുന്നതായിരുന്നു. നടന്നു പോയി കൂടാതിരിക്കുന്ന അവസ്ഥ എൻ്റെ ഒരു അല്ലേ ഇമ്പോർട്ടൻസ് മനസ്സിലായി. എന്നാലും ധ്യാനത്തിന് മരിക്കാൻ ധ്യാനത്തിന് പറഞ്ഞു ടി വി കണ്ടാൽ മതി, നമുക്ക് ശീലിക്കത്തില്ലെന്നുള്ളതാണ്. രൂപയിൽ ശീലിക്കാമല്ലോ. അമ്മച്ചി ഇടയ്ക്ക് വയ്യാത്ത ദിവസങ്ങളിൽ പറമ്പിൽ പോയി നിന്ന് സിമിത്തേരിയിൽ നോക്കിയും പള്ളിയിൽ നോക്കി പ്രാർത്ഥിക്കുന്ന കാണുന്നത് എന്താ സംഭവം എന്ന് പറയാമോ? അതെന്താണെന്നറിയാമോ? നമ്മുടെ കാരണന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അമ്മച്ചി പറമ്പിന്റെ മൂലയ്ക്ക് പോയി നടക്കാൻ കഴിഞ്ഞിട്ടാണോ അങ്ങനെ പോയി? പാപ്പൻ, അമ്മ, ചാക്കോച്ചൻ, ദേശാച്ചൻ, പാപ്പച്ചൻ, കുട്ടിയമ്മ, മേരി, നാത്തൂന്, എത്ര പേരെ അടക്കിയിരിക്കുന്നത്. ഇവരോടൊക്കെ ഇവരോടൊക്കെ കൊണ്ടുപോയി നമ്മളെ കൂടെ കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കും. നിത്യസാധനം കൊടുക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ 5 ആഴ്ചയിലെങ്കിലും ചെല്ലും. എന്നിട്ട് പള്ളിയുടെ അടുപ്പ് വന്ന് ഇത് കൂട്ടും ചെല്ലും. അരൂപിക്കടുത്ത് എന്നാ അമ്മച്ചി? അരൂപിക്കടുത്ത് ബാനശ്ശേരി. അമ്മച്ചി പള്ളിയുടെ അടുത്ത് പറമ്പിന്റെ അടുത്ത് പറമ്പിന്റെ മൂലയ്ക്ക് പോയി എന്നും ദേവാലയം നോക്കി പ്രാർത്ഥിക്കുന്ന കാണാം. അരൂപിക്കടുത്ത് കുർബാന സ്വീകരണം പലതുമാണ് സ്വീകരിക്കാറുണ്ട്. എന്നും ചെല്ലും. പള്ളിയിൽ പോയാലും ചെല്ലും അല്ലേ? പള്ളിയിൽ പോയാലും പോയില്ലെങ്കിലും അരൂപിക്കടുത്ത് കുർബാന സ്വീകരണം പറമ്പിന്റെ അടുത്ത് എന്ന് ദേവാലയത്തിൽ നോക്കി കുർബാനക്കകത്തുണ്ട്. എന്നാലും ഞാൻ നടന്ന് അവിടെ ചെല്ലുമ്പോഴേ നമ്മുടെ പള്ളി അത് വിചാരിച്ചും പറഞ്ഞു പള്ളി വല്ലതും നെല്ലിയാനിക്കാരുടെ പള്ളി വല്ലതും കൊണ്ടുവന്ന് അറിയാൻ വേണ്ടി ചേർത്ത് വരുന്നതായിരുന്നു. വിചാരിച്ചും പറഞ്ഞതേ അതെ അവിടെ പറഞ്ഞു ഇവിടെ കാണാം. ഓക്കെ. അപ്പോൾ കുർബാന ദേവാലയത്തെ പള്ളിയെ നോക്കിയും സെമിത്തേരി നോക്കിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? സെമിത്തേരി അടങ്ങിക്കുന്ന എല്ലാവരും കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എത്ര പേര് മരിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അറിയാമോ? വേറെ ആര് മരിച്ചു നേടാൻ 5 ആഴ്ച അന്നേരം ചെല്ലണം. ആര് മരിച്ചു കേട്ടാലും 5 ആഴ്ചത്തേക്ക് 5 ഫ്രിഡ്ജിൽ കാഴ്ച വെക്കണം. അവരെ ആത്മാവിന് വേണ്ടിയിട്ട്. അന്നേരം ഈ തണുതിരി നടക്കുന്ന സമയം. അയ്യോ, മരിച്ച ഉടനെയോ? പഠിച്ചിട്ടില്ലേ? അതെ അതെ. തണുതിരി നടക്കുന്നുണ്ടാകും. അയ്യോ എന്തായാലും എത്ര ഒരുങ്ങിയിരിക്കുന്നവരാണെങ്കിലും കണക്കെല്ലാം തമ്പാനെ കേൾപ്പിക്കണ്ടേ? അയ്യോ അതേ ഭയങ്കര ഇതാ. അതാണ് അമ്മച്ചി യോസേപ്പ് ഇതാണ് നന്മരണ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നത്. നന്മരണ പ്രാർത്ഥന ചെയ്യണം. ശരിക്കും ചാച്ചൻ പ്രാർത്ഥിച്ചപ്പം ചാച്ചന് വേണ്ടി 2 അച്ഛന്മാർ മരിച്ചപ്പോൾ ഉണ്ടായിരുന്ന എപ്പോഴും ചെല്ലുന്ന എന്നതായിരുന്നു. ഞാൻ പൊട്ടങ്കളം കച്ചായി വന്ന് അച്ഛൻ പോയി കണ്ടിപ്പാപ്പ ഞാൻ പോവുകയാണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ബോധമില്ലാത്ത അവസ്ഥയിലും ചാച്ചൻ പറഞ്ഞതാ. അന്നേരം കച്ചായം വരുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഞങ്ങൾക്ക് വർഷം പ്രാർത്ഥിക്കാമെന്ന് പുള്ളി പോയി. അതിന് പുള്ളി വന്നില്ല. അയ്യോ ചാച്ചനാരെ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി 2 അച്ഛന്മാരുണ്ടായിരുന്നു മരിച്ച സമയത്തല്ലേ? എപ്പോഴും ചെല്ലുന്ന. ചാച്ചൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ വല്ലതും ഉണ്ടോ അമ്മച്ചിക്ക് എന്തെങ്കിലും? ചാച്ചൻ മുട്ട നിർത്തി എല്ലാവരും പ്രാർത്ഥിപ്പിക്കും. അയ്യോ അനിയന്മാരെയൊക്കെ മുട്ട നിർത്തി അടിയും കൊടുത്ത് അന്ന് പാപ്പൻ മണ്ടം വേണ്ട എല്ലാവരും മുട്ട നിർത്തി ചാച്ചൻ്റെ ഭരണം കുരിശ് വരയ്ക്കല്ലേ? പള്ളിയിൽ പോടാതെ പറഞ്ഞ് പള്ളിയിലും വിടും. അപ്പച്ചാൻ വരുമ്പോൾ ചോദിച്ചാൽ അറിയാം. അങ്ങനെ അപ്പച്ചാൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണ്. ചാച്ചൻ്റെ അനിയൻ അച്ഛനായതാണ്. മിഷൻ രൂപതയിലാണ്. ചാച്ചനെ അടക്കാൻ അങ്ങനെ 2 മെത്രാന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനോട് അപ്പച്ചാൻ ഈ 20-ാം തീയതി വരും. ചാച്ചൻ്റെ സഹോദരങ്ങളും ഉണ്ട്, അച്ഛന്മാരും സിസ്റ്റർമാരും. താഴെ വീട്ടിലെ ചാച്ചൻ്റെ അമ്മയും നല്ല പ്രാർത്ഥിക്കുമായിരുന്നല്ലേ? അമ്മയ്ക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു. ശരി. എന്നാൽ അമ്മച്ചി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ചാക്കോച്ചന് എന്ത് പ്രാർത്ഥന ഉണ്ടാകുന്നറിയാവോ? നമ്മുടെ കൂട്ടപ്രാർത്ഥന കഴിഞ്ഞ് പൂട്ടി അവിടെ നിന്ന് കുറച്ച് ഞങ്ങളുടെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. കുരിശുവര പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ മൗനമായി പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ടല്ലേ? എന്നും പള്ളിയിലും പോകാൻ. ഓക്കെ അമ്മച്ചി. അപ്പോൾ അമ്മച്ചി ഹാപ്പി ഈസ്റ്റർ. ഈ പാപ്പനും എന്നും പള്ളിയിൽ പോയായിരുന്നു. അന്നും പള്ളിയിൽ പോയി. ചാച്ചൻ്റെ അമ്മ, അത് എൻ്റെ വല്യപ്പൻ്റെ അമ്മ, എന്നും പള്ളിയിൽ പോയായിരുന്നു. അത് എല്ലാ ദിവസവും കുർബാനയ്ക്കുള്ളതെന്ന് ഈ കുർബാനയ്ക്കുള്ള പോകുമ്പോൾ ഷർട്ടിട്ടുള്ളൂ. അന്നേരം അല്ല അല്ലാതെ പിന്നെ തോർത്തുമ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു അല്ലേ? ഓക്കെ അമ്മച്ചി. അപ്പോൾ അമ്മച്ചി ഉയർപ്പ് തിരുനാൾ മംഗളങ്ങൾ. താങ്ക് യു. ഓക്കെ അമ്മച്ചി, ഇന്നത്തെ കാലത്തെ പിള്ളേരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പിള്ളേർ എന്നും പള്ളിയിൽ പോകണമെന്നേ. പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. തമ്പുരാനോട് ഒത്തു നിന്നാലേ തമ്പുരാൻ നമ്മോട് ചേർന്നേക്കുള്ളൂ. ഓക്കെ. തമ്പുരാനോട് നമ്മൾ ചേർന്നാൽ തമ്പുരാൻ നമ്മളോട് ചേർന്നേക്കും. എന്നറിയോ അമ്മച്ചിക്ക് അതാ പറയാനുള്ളൂ? അതോ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ അമ്മച്ചി.